linguine pasta, vegan. That is a vegan pasta. ആഹാരത്തിലൊക്കെ ഇപ്പം നമ്മളെല്ലാവരും ശ്രദ്ധ ചെലുത്താറുണ്ട്. ഹെൽത്തി ഫുഡ് കഴിച്ച് ഹെൽത്തി ആയിട്ടിരിക്കാനാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നത്. അപ്പം ഇപ്പം എല്ലാവരും പലതരത്തിലുള്ള ഡയറ്റുകളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അതിലൊരു ഡയറ്റാണ് വീഗൻ ഡയറ്റ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ട്രിവാൻഡ്രം ഹിൽട്ടണിലാണ്. നമ്മളോടൊപ്പം ഉള്ളത് ഷെഫ് അരുണാണ്. അതായത് നമ്മുടെ ഹിൽട്ടണിലെ എല്ലാ ഹോട്ടലിലും ഇപ്പോൾ വീഗനറി എന്ന് പറഞ്ഞ ഒരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലായിടത്തും അത് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവർ ഇരിക്കുന്നു 2 വർഷം അല്ലേ, എന്താണ് 2 years ബാക്കിലും ഇതുപോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്തിരുന്നു. അപ്പം ഇന്ന് നമ്മളോടൊപ്പം ഷെഫ് എത്തിയിരിക്കുന്ന ഒരു വീഗനറി ഒരു സ്പെഷ്യൽ ഡിഷ് നമുക്ക് വേണ്ടി തയ്യാറാക്കി നൽകാനാണ്. അപ്പം ഷെഫ് എന്താണ് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. Today I am going to make linguine pasta, vegan. That is a vegan pasta. I mean no meat in that. Okay. Yeah. സാധാരണ നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്തിട്ടായിരിക്കും വീഗൻ ഫുഡ് റെസിപ്പീസ് ഒക്കെ നമ്മൾ തയ്യാറാക്കുന്നത്. ഇങ്ങനെ ഒരു റെസിപ്പി നമുക്ക് ആദ്യമായിട്ടായിരിക്കും ഞാൻ കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ഷെഫ് ഒന്ന്? So ingredients, main important, the vegan pasta, soya chunks and basil flour and quinoa flour, everything. Onion and garlic, cherry tomatoes, parsley and celery. വീഗൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ മീറ്റും ഫിഷും ഉൾപ്പെടെ നമ്മുടെ മിൽക്ക് പ്രോഡക്ട്സ് വരെ ഒഴിവാക്കി ഫുള്ളി നമ്മളെ സസ്യമായിട്ടുള്ള ഫുഡുകൾ, അതായത് വെജിറ്റേറിയൻ മാത്രം, വെജ് അല്ലേ, പ്ലാന്റ് വെജ്, അത് യൂസ് ചെയ്തിട്ടുള്ള പ്രിപ്പറേഷനാണ് നമ്മൾ വീഗൻ ഫുഡ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മളിതിലെ ഓയിൽ എന്താ? ഫസ്റ്റ് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം. ഒലിവ് ഓയിൽ. സോ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നമ്മളുടെ പ്ലാന്റ് അവേ ബട്ടർ നമ്മൾ യൂസ് ചെയ്യാം. ലൈക്ക് 2 tablespoon. ഓക്കെ. ഈ ഒരു ഡിഷ് എത്ര കാലറി ഉണ്ടാവും? മാം ഇത് ലൈക്ക് 240 calories. സോ മെയിൻ നമ്മളുടെ ഇതാണ് ലൈക്ക് ടൊമാറ്റോ ആൻഡ് സോയ ചങ്ക്സ് ആൻഡ് പാസ്ത. ദാറ്റ് ഈസ് ഐ മീൻ നോ ഗ്ലൂട്ടൻ. ഓക്കെ. ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ള ഫുഡ്. കറക്റ്റ്. സോ ഒലിവ് ഓയിൽ ഇട്ടു, ദെൻ ഐ വിൽ പുട്ട് സം ഗാർലിക് 1 teaspoon. ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്യുക. എനിക്കൊന്നും അധികം ടൈം ഒന്നും എടുക്കണ്ട, ഫാസ്റ്റ് ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ. പിന്നെ ഓണിയൻ ഇടുന്നു. സാധാരണ ഈ വീഗൻ ഫുഡൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പം മിൽക്ക് ഒഴിവാക്കുമല്ലോ, അതിനെ ബാലൻസ് സോയ മിൽക്ക് നമ്മൾ ഇല്ലെങ്കിൽ യൂസ് ചെയ്യാം. കുറച്ച് സെലറി, ചോപ്പ് സെലറി, ഇത് നമ്മൾ ലിങ്ക്വിനി പാസ്ത ആണ് ടുഡേ. സോ അതുകൊണ്ട് ലിങ്ക്വിനി പാസ്ത ഐ മീൻ ഷേപ്പ് ആണ് ആക്ച്വലി ലിങ്ക്വിനി പാസ്ത. പിന്നെ ഞാൻ ഇപ്പോൾ ഇടാൻ പോകുന്നത് ചോപ്ഡ് ടൊമാറ്റോസ് ആണ് ഇത്. നമ്മുടെ ഇവിടെ എങ്ങനെ ഇപ്പം എല്ലാ ഹിൽട്ടണിലെ എല്ലാ പ്രോപ്പർട്ടി ഹോട്ടലിലും ഉണ്ടല്ലോ ഈ ഒരു ഫെബ്രുവരി 14 വരെ അല്ലേ, ഫെബ്രുവരി 13 വരെയ്ക്ക് നമ്മളുടെ ഓൾ ഓവർ ഹിൽട്ടൺ ലൈക്ക് സൗത്ത് ഏഷ്യ. വീഗനറി എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലാണ് നമ്മളിപ്പം ഹിൽട്ടണിലെ എല്ലാ ഹോട്ടലിലും ഇപ്പം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എനിക്കൊന്ന് ഗസ്റ്റ് ഒക്കെ വരുമ്പം എങ്ങനെയത് നമ്മൾ അലക്കാർട്ട് മെനു ആണ്. നമ്മളിപ്പോൾ ലൈക്ക് ഹിൽട്ടണിൽ 4 menus നമ്മൾ 4 items നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ലൈക്ക് ഒരു ഐ മീൻ തന്തൂർ 1 ടിക്ക ഉണ്ട്, പിന്നെ നമ്മൾ പാസ്ത ഉണ്ട്, പിന്നെ ബർഗർ ഉണ്ട് ആൻഡ് 1 more thing. സോ ഓൾ ഓവർ ഹിൽട്ടൺ. പിന്നെ ഞാൻ ഇടാൻ പോകുന്ന കുറച്ച് ഡ്രൈ ഒറിഗാനോ. നമ്മൾ സാധാരണ ഈ വീഗൻ ഫുഡൊക്കെ നമുക്ക് സീസണിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ ഫുഡിനെ അപേക്ഷിച്ച് വേറെ സീസണിങ് ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും ആഡ് ഓൺ ചെയ്യുക? സീസണിങ് ഓൺലി ലൈക്ക് നമ്മൾ ഡ്രൈ ഹെർബ്സ് ഉണ്ടാവും, ലൈക്ക് റോസ്മേരി, തൈം ആൻഡ് ഒറിഗാനോ, ഇല്ലെങ്കിൽ പാസ്ലി നമ്മൾ യൂസ് ചെയ്യാം. സ്പൈസി വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് നമ്മൾ യൂസ് ചെയ്യാം ആൻഡ് ബേസിൽ. ഓൾ ദ പാസ്താസ് മെയിൻ ദ ഫ്ലേവർ വൺ ഈസ് നമ്മൾ ബേസിലാണ്. സോ അത് ഇടുമ്പോൾ കുറച്ച് പാസ്താക്ക് നല്ല ഫ്ലേവർ വരും. കളർ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. കളർ നമ്മൾ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. nowadays എല്ലാവരും ഇപ്പം നമ്മൾ എല്ലാവരും വേഗനിൽ മാറിക്കൊണ്ടിരിക്കുന്നത് ബിക്കോസ് ഓഫ് ഐ മീൻ ഹെൽത്ത് ഇഷ്യൂസ്. സോ ദാറ്റ്സ് വൈ ദേ ആർ ഗോയിങ് ടു വേഗനറി. എനിക്ക് തോന്നുന്നു വീഗൻ ഫുഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിപ്പം തടി കുറയാനാണെങ്കിലും അതുപോലെ കൊളസ്ട്രോള് അങ്ങനത്തെ കുറയാനാണെങ്കിലും
ഒക്കെ നല്ല ഫുഡ് നല്ല ഇതാണ് ബാലൻസ്ഡ് ആണ് അല്ലേ? സോ ഇതെല്ലാം മുഴുവൻ ലൈക്ക് പ്ലാന്റ് ബേസ്ഡ് ആണ്. സോ മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മൾ കിനോവ ഫ്ലോർ നമ്മൾ ചില സമയം യൂസ് ചെയ്യും, പിന്നെ റൈസ് ഫ്ലോർ യൂസ് ചെയ്യും, ആൻഡ് അതർവൈസ് വി ക്യാൻ ഡു ചന്ന ദാൽ ഓൾസോ, ചന്ന ദാൽ ആൻഡ് ദാറ്റ് ഈസ് സോയ. സോ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടാണ് നമ്മൾ ഇതേപോലത്തെ നമ്മൾ റെഡിയാക്കി ലൈക്ക് പ്ലാന്റ് മെയിൻ ഇൻഗ്രീഡിയൻസ് അതാണ്. സോ ഞാനിടാൻ പോകുന്ന കുറച്ച് ടൊമാറ്റോ സോസ്. So next കുറച്ച് salt, crushed black pepper, some bay leaf, so once നമ്മൾ കുക്ക് ആയ ശേഷം നമ്മൾ so directly we'll add some stock water and pasta. That's it. എന്തിന്റെ സ്റ്റോക്ക് വാട്ടർ എടുക്കുന്നത്? സ്റ്റോക്ക് വാട്ടർ ആക്ച്വലി നമ്മൾ ക്യാരറ്റ് ആൻഡ് സെലറി ലീക്സ് ഇതാണ് ആൻഡ് ഓണിയൻ. ഇത് നമ്മൾ ലൈക്ക് തിളപ്പിക്കും, ലൈക്ക് 1 ലിറ്റർ വെള്ളം ഇട്ടിട്ട് ലൈക്ക് ഇറ്റ് വിൽ കംസ് ഹാഫ് ലിറ്റർ, അതാണ് സ്റ്റോക്ക്. സോ ഇത് നമ്മൾ ഇടുമ്പോൾ നമ്മൾ പാസ്തയിൽ നമ്മൾ ഫ്ലേവറൊക്കെ ഇൻക്രീസ് ആക്ച്വലി ദ പാസ്ത ഫ്ലേവർ. സോ ഞാനിപ്പോൾ കുറച്ച് സ്റ്റോക്ക് വെള്ളം ആഡ് ചെയ്യാൻ പോകുന്നു. സ്റ്റോക്ക് വാട്ടർ. ഷെഫ് പറഞ്ഞു നമ്മുടെ ക്യാരറ്റ്, സെലറി, പിന്നെ എന്ത് വെജിറ്റബിളാ? ക്യാരറ്റ്, സെലറി, ലീക്സ്, പിന്നെ ഓണിയൻ ഇതെല്ലാം കൂടെ ചേർന്ന് നന്നായിട്ട് ബോയിൽ ചെയ്തിട്ടുള്ള സ്റ്റോക്ക് വാട്ടർ ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പൊ ഇനി നമ്മൾ ഫൈനലി ഇതെല്ലാം ഓൾമോസ്റ്റ് പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇനി ഫൈനലി നമ്മൾ പാസ്ത ആഡ് ചെയ്തിട്ട് എന്താ ഗാർണിഷ് ഉണ്ടോ? ഗാർണിഷ് നമ്മൾ ബട്ടർ ഒക്കെ ആഡ് ചെയ്യുന്നു അല്ലേ? ചീസ് സോറി ബട്ടർ അല്ല, ചീസ് ആഡ് ചെയ്യുന്നു. and again cheese also, that is a vegan cheese. So ഇപ്പോൾ ഞാൻ പാസ്ത ഇടാൻ പോകുന്നു. നമ്മളുടെ സോസ് റെഡി ആണ് ആക്ച്വലി. ഓക്കെ. ഇത് വളരെ കുറച്ച് ടൈം എടുത്ത് മാത്രം ചെയ്യാൻ പറ്റുന്ന പ്രോസസ് അല്ലേ? സോ മെയിൻ ബേസ് നമ്മളുടെ ടൊമാറ്റോ ആണ്. ടൊമാറ്റോ ബേസ്. സോ പാസ്ത ഓൾമോസ്റ്റ് റെഡി ആണ്. സോ ഓൺലി പാർമേസൻ ചീസ് ആൻഡ് സം ഓലിവ് ഓയിൽ ഇട്ട് നമ്മൾ പിക്കപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ സോയ അല്ലേ? സോയ ചാപ്സ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തത് അല്ലേ? ചോപ്പ് ചെയ്തതാണ്, ബോയിൽ ചെയ്തിട്ട് ചോപ്പ് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ പാസ്തയ്ക്കകത്ത്, വീഗൻ പാസ്തയ്ക്കകത്ത് ചോപ്പ് ചെയ്ത് നമ്മൾ സോയയും ചേർത്തിട്ടുണ്ട്. നല്ല ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള അല്ലേ? പിന്നെ ആ ടൊമാറ്റോ സോസിന്റെ ഇട്ട ശേഷം ഇതും കുറച്ച് കൂടെ അതിന്റെ കൂടെ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി കുക്ക്ഡ് ആണ്. സോ അതുകൊണ്ട് 1 പ്രാവശ്യം കുക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഗൻ പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഗാർണിഷ് ചെയ്തെടുക്കാം. സോ നമ്മൾ ചീസ് നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നു. പിന്നെ ചോപ്പ് പാർസ്ലി ഗാർണിഷിനാണ്. മൈക്രോ ഗ്രീൻസ് ആണ്. ഇപ്പം വീഗൻ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഷെഫ് ഗാർണിഷ് ഒക്കെ ചെയ്ത് നല്ല സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വീഗൻ ഫുഡ് ട്രൈ ചെയ്യുന്നത്. ചീസിൻ്റെ ഒക്കെ ഫ്ലേവർ വന്നപ്പം നമ്മൾ ഒരു വീഗൻ ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. നോർമൽ നമ്മുടെ ഒരു പാസ്ത കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് ഫീൽ ചെയ്യുന്നത്. നന്നായിട്ടുണ്ട്. എനിക്കൊന്ന് വീട്ടിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും അല്ലേ? അപ്പം ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കിപ്പം അവൈലബിൾ ആണ്. അപ്പോൾ അത് കാരണം ഷുവറായിട്ട് നമുക്ക് വീട്ടിലൊക്കെ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.